പാലക്കാട്ട് LDFിൻ്റെ വിജയം സുനിശ്ചിതമാണ്. രണ്ട് തരംഗങ്ങളാണ് പാലക്കാട്ട് അലയടിക്കുന്നത്. ഒന്ന് സരിൻ അനുകൂല തരംഗമാണ്. സരിൻ വേവ് പാലക്കാടിനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തേത് കോൺഗ്രസിനെതിരായ UDFിനെതിരായ മതന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള നിശബ്ദമായൊരു തരംഗമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകനെ തലയിലേറ്റി നടക്കുന്ന കോൺഗ്രസിനെ UDFിനെ പാഠം പഠിപ്പിക്കാൻ ന്യൂനപക്ഷങ്ങളും മതനിരപേക്ഷവാദികളും തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഒരു നിശബ്ദമായ തരംഗം അലയടിക്കുകയാണ്. ഈ രണ്ട് തരംഗവും ചേരുമ്പോൾ UDFിനെ കടപുഴക്കി കടലിലെറിയും പാലക്കാട്ടെ വോട്ടർമാർ. ഇനി പാലക്കാട്ടേക്ക് വന്നാൽ ഈ മണ്ഡലമുണ്ടായ ശേഷം ഞങ്ങൾ ഒരിക്കലും ജയിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലമാണ് പാലക്കാട്. ഒരിക്കൽ പോലും പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ 2016 91 സീറ്റ് കേരളത്തിലാകെ LDF കിട്ടിയപ്പോൾ 3ാം സ്ഥാനത്ത് പോയ മണ്ഡലമാണ്. 2021 കേരളത്തിൽ ഞങ്ങളുടെ സീറ്റ് 99 കൂടിയപ്പോഴും വോട്ട് കുറയുകയും 3ാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുകയും ചെയ്ത മണ്ഡലമാണ്. ഏറ്റവും ഒടുവിൽ 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ 3ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു സാധ്യതയുമില്ലാത്ത മണ്ഡലത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് LDF നടത്തിയത്. ഒരു വലിയ പരീക്ഷണമാണ് നടത്തിയത്.